ഞങ്ങളുടെ താനോട് നിന്റെ കളി. ആദ്യം നിന്നെ വെച്ച് എൻ്റെ ഫ്രണ്ടിനെ പുറത്തിറക്കി. ഇവനെങ്ങോട്ടേ പോകുന്നേ? ബോസ്, കട്ടിങ്ങിന് വരെ ബോസിന് വേണ്ടി ഞാൻ ഫുൾ ബിയർ കേസ് തന്നെ വാങ്ങിട്ട് വന്നിട്ടുണ്ട്. ബോസ് ഒന്ന് നോക്ക് ബോസ്. ബോസ് 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 വണ്ടി നിർത്ത്. കടൽ മുട്ട വേണം? ഓ വേണ്ടായിരുന്നോ? ചോദിക്കണ്ടായിരുന്നു. ഹലോ, എന്താ എത്ര സീരിയസ് ആയിട്ട് ആലോചിക്കുന്നത്? സർട്ടിഫിക്കറ്റ് അല്ലേ, അതൊക്കെ നമുക്ക് എടുക്കാന്നേ. സാറ് തരാന്ന് പറഞ്ഞില്ലേ? ഞങ്ങളുടെ എല്ലാവരുടെയും സർട്ടിഫിക്കറ്റ് തരുമല്ലോ അല്ലേ? അല്ലാതെ അദ്ദേഹം തരുമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും തരും. ആള് മോശമല്ലല്ലോ, ഒറ്റയ്ക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഭയങ്കര ധൈര്യം നിങ്ങൾക്ക്. അല്ല, നാട് തിരുവനന്തപുരമാണോ? അച്ഛനും അമ്മയ്ക്ക് കാര്യമൊക്കെ അറിയോ? നിങ്ങൾക്ക് വായ തുറന്ന് എന്തെങ്കിലും പറഞ്ഞൂടെ? എന്നാലേ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റുള്ളൂ. ഞാൻ ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? എന്താ ചെയ്യേണ്ടത്? അത് ഒറ്റയ്ക്ക് പോകാൻ എനിക്ക് ചെറിയൊരു പേടി. പോകുന്ന വഴിക്ക് വല്ല പോലീസ് സ്റ്റേഷനോ ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ ഒന്ന് വരുമോ? എന്ത് പോലീസ് സ്റ്റേഷനോ? അവന്മാരെ പിടിച്ചു കൊടുക്കണം. യവന്മാരെ? അതന്നെ, എന്നെ പറ്റിക്കാൻ നോക്കിയില്ലേ അവന്മാര് തന്നെ. ഹലോ, ആദ്യം ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ പുറത്തു വരാമെന്നൊന്ന് ആലോചിക്കേ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എനിക്ക് അവന്മാരെ പിടിച്ചു കൊടുത്തേ പറ്റൂ. പിന്നെ വേറൊരു അവന്മാരും ഉണ്ട്. അവന്മാരെ എനിക്ക് പിടിച്ചു കൊടുക്കണം. വേറെ അവന്മാരോ? 2 പേര്. അവന്മാരടുത്ത് തന്നെ തട്ടിക്കൊണ്ടുപോയി അവന്മാരടുത്ത് തന്നെ ഏൽപ്പിക്കാൻ നോക്കി. മുഖം മൂടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. മുഖം മൂടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അവന്മാരെ എങ്ങനെ കണ്ടുപിടിക്കാനാ? നിങ്ങൾ കരുതുന്ന പോലെ അവന്മാര് വലിയ ആളുകളൊന്നുമല്ല. മുഖംമൂടി ഇട്ട 2 പേര്. അതിലൊരുത്തൻ നല്ല ഫിറ്റായിരുന്നു. ട്രാവൽസ് ഒക്കെ ഉണ്ട്. അതിന്റെ പേര് ജിൽജിൽ ട്രാവൽസ്. കല്യാണത്തിന് തുടക്കം മുതൽ അവസാനം വരെ ജിൽജിൽ ട്രാവൽസ് മാത്രം മതി. മറ്റൊരുത്തൻ നല്ല ചുരുണ്ട മുടിയുള്ളവനാ. സത്യം പറഞ്ഞ ഒരു മണ്ടനാ. 4 ദിവസത്തിൽ അവന് കല്യാണമാണ് പോലും. അവന്മാരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എനിക്ക് പോലീസിനോട് പറയാൻ പറ്റും. അതെ, ആരെങ്കിലും ട്രാവൽസിന് ജിൽജിൽ പേരൊക്കെ ഇടുവോ? അവന്മാരെ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി അങ്ങനെ സംസാരിച്ചത്. ഇതൊക്കെ പോലീസുകാരോട് പറയാൻ പോയാ പിന്നെ പോലീസുകാർ കൺഫ്യൂസ് ആയി പോകും. ഫസ്റ്റ് നിങ്ങൾ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കേ, എന്നിട്ട് വീട്ടുകാരോട് സംസാരിക്കേ. അതിനുശേഷം അവന്മാരെ പിടിക്കലും മറ്റവന്മാരെ പിടിക്കലൊക്കെ നമുക്ക് പതുക്കെ ആലോചിക്കാം. എന്താ ഓക്കെ അല്ലേ? നിങ്ങൾ കരുതും പോലെ വീടുണ്ടായിരുന്നെങ്കിൽ എന്തിനാ ഞാനിങ്ങനെ അലഞ്ഞു നടക്കുന്നത്? ഇന്ന് നൈറ്റ് എനിക്ക് ഹൈദരാബാദിലേക്ക് പോകണം. പക്ഷെ എൻ്റെ ഫ്രണ്ട് തന്നെ അവന്മാരുടെ അടുത്താ. അവളെനിക്ക് വെറും ഒരു ഫ്രണ്ട് മാത്രമല്ല, ചെറുപ്പം മുതലേ ഞങ്ങൾ 2 പേരും ഒരുമിച്ചായിരുന്നു. അവളെ വിട്ടിട്ട് ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ പോവാനാ? നിങ്ങളുടെ നാട് ഹൈദരാബാദാണോ? അതെ, ഞാൻ വളർന്നതും പഠിച്ചതും എല്ലാം അവിടെയുള്ളൊരു ട്രസ്റ്റിലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ട്രസ്റ്റ് വിട്ട് പുറത്തു പോകേണ്ട പ്രായമായിരുന്നു. ഒരു കൺസൾട്ടൻസി കമ്പനി ഫോറിനിൽ ജോലി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞത് വിശ്വസിച്ച് ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. സെലക്റ്റുമായി. നിങ്ങളിൽ ചിലരൊക്കെ ട്രസ്റ്റിൽ നിന്ന് വന്നതുകൊണ്ട് അബ്രോഡ് ജോലിക്ക് പോയാൽ തിരിച്ചു വരില്ലെന്നും അവിടെ തന്നെ താമസിക്കുമെന്നും പറഞ്ഞ് വിസ പ്രോസസ്സിംഗ് ഒക്കെ കുറച്ച് വലിച്ചു നീട്ടിയേക്കാം. ബാങ്ക് ബാലൻസും കാണിക്കേണ്ടി വരും. അതുകൊണ്ട് തിരുവനന്തപുരത്ത് നമുക്കറിയാവുന്ന വീട്ടിൽ താമസിക്കുന്ന ഒരു അഡ്രസ്സ്, ബാങ്ക് ബാലൻസ്, ഇതൊക്കെ ഒന്ന് ഫേക്കായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഇവരെ വിശ്വസിച്ച് നമുക്ക് പോണോ? അതും ഫേക്കായ ഡോക്യുമെന്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത്. ഫോറിൻ പരിചയമില്ലാത്തൊരു സ്ഥലമല്ലേ? നമ്മൾ ട്രസ്റ്റ് വിട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ ഏത് സ്ഥലമായാലും നമുക്ക് പരിചയമില്ലാത്ത സ്ഥലം. ചെറിയൊരു അഡ്രസ് ചേഞ്ച്, ഇത്രയും പേര് പോകുന്നില്ലേ? ഡി, നമുക്കും പോകാടി. അവർ ഞങ്ങളെ സഹായിക്കാന്നും പറഞ്ഞ് ഫേക്കായിട്ട് ട്രിവാൻഡ്രത്ത് താമസിക്കുന്ന പോലെ ഒരു ഫാമിലിയും അഡ്രസ്സൊക്കെ ക്രിയേറ്റ് ചെയ്തു തന്നു. എല്ലാം നല്ല രീതിയിൽ പോകുന്നു എന്നാണ് ഞങ്ങൾ കരുതിയത്. അപ്പോഴാണ് ഒരു ദിവസം എൻ്റെ ഫ്രണ്ട് ധന്യ ഹലോ കീർത്തി, കീർത്തി നീ ഇപ്പൊ എവിടെയാ?
അങ്ങോട്ടാ വന്നോണ്ടിരിക്കുന്നത്. അവര് നിന്റെ കൂടെയുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കുന്നതിന് ദയവേത് കാണിക്കരുത്. നമുക്ക് ചുറ്റും ആകെ പ്രശ്നങ്ങളാ. ജോലി വാങ്ങി തരാന്ന് പറഞ്ഞ് നമ്മളെ മിസ്യൂസ് ചെയ്യാൻ നോക്കാം. അന്നൊരു ദിവസം നമ്മൾ സാമുവൽ സാറിനെ മീറ്റ് ചെയ്തില്ലേ? ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. കുറച്ച് കാശ് കൊടുത്താൽ മാത്രം മതി. ഹലോ, അവന്മാരുടെ അടുത്ത് നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്നു ആലോചിച്ചപ്പോഴാണ് എന്റെ ഫ്രണ്ടിന് എന്ത് പറ്റിയോന്ന് പേടിച്ച് ആ വീട്ടിലേക്ക് പോയി നോക്കിയപ്പോ വീട് പൂട്ടിക്കിടക്കുമായിരുന്നു. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവന്മാര് പ്ലാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ചെയ്തത്. ഞങ്ങളെപ്പോലെ ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവർ അവന്മാരുടെ ടാർഗറ്റ്. സോറി, നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിച്ചാണ് ഞാൻ നിങ്ങളോട് അങ്ങനെ ചോദിച്ചത്. കോള് വന്നോണ്ടേയിരിക്കുക. പ്രധാനപ്പെട്ട കോള് വല്ലതും ആയിരിക്കും. എടുത്ത് സംസാരിക്കുക പ്ലീസ്. ഒരു മിനിറ്റ്. ഡാളിയ ഞാനാടാ. നീ എവിടെയാണോ വിളിക്കുന്നത്? ഇത്രയും നേരം വിളിച്ചിട്ട് എന്താ എടുക്കാഞ്ഞേ? എന്നെ എവിടെയോ കൊണ്ടുവന്ന് അടച്ചിട്ടിരിക്കാടാ. എനിക്ക് പേടിയാവുന്നടാ. നീ ആ പെണ്ണിനെ പിടിച്ചോടാ. നീ പേടിക്കില്ല, ഞാൻ എങ്ങനെയെങ്കിലും നീ വന്നിട്ട് എന്ത് ആ പെണ്ണിനെ കണ്ടുപിടിച്ചോ? നീ എന്തെടുക്കാടാ അവിടെ? അവളെ ഞാൻ കണ്ടുപിടിച്ചടാ. അവളിപ്പോ എന്റെ അടുത്തുണ്ട്. സൂപ്പറാ. അവളുടെ കഥ കേട്ടിട്ട് നമ്മളെക്കാളും മോശമാണെന്ന് തോന്നടാ. സത്യമായിട്ട് ഞാൻ നിന്നെ മാർക്കില്ലടാ. എന്നാ എനിക്ക് അവളെയും രക്ഷിക്കണോടാ. എന്തെന്നാ? എന്റെ കല്യാണോടാ. നിനക്ക് എത്ര തവണ ബാച്ചിലർ പാർട്ടി തന്നു? മറന്നോ നീ? മച്ചാൻ ആരോ വരുന്നുണ്ട്. ഞാൻ പിന്നെ അങ്ങോട്ട് വിളിക്കാം. ബൈ 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 ബൈ. ഡിലീറ്റ്. ഇതേതോ അൺനോൺ നമ്പർ. ഒരു കോഫി കുടിച്ചാലോ നമുക്ക്? ആ, നിങ്ങള് തുടക്കം മുതലേ സാമുവൽ സാറിന്റെ അടുത്ത് തന്നെയാണോ വർക്ക് ചെയ്യുന്നത്? അതെ. എന്താ ചോദിക്കാൻ കാരണം? ഒന്നുമില്ല, ചുമ്മാ ഒരു 2 minutes റെസ്റ്റ് റൂമിലേക്ക് പോയി വരാം. ഫോൺ എവിടെ വെച്ചേ? ഫോണ് വിളിച്ച എടുക്കാത്തത്? കൊള്ളാലോടാ. ആ പെണ്ണിനെ പൊക്കിയല്ലേ? ശരി ശരി. ആ പെണ്ണും സർട്ടിഫിക്കറ്റും പാസ്പോർട്ടും ഇതൊക്കെ എന്റെ അടുത്ത് തന്നിട്ട് നിന്റെ ഫ്രണ്ടിനെ വിളിച്ചോണ്ട് പോയിക്കോ. എന്താ? ഹലോ ഹലോ, എന്താടാ നീ ഒന്നും മിണ്ടാത്ത? നിന്റെ ഫ്രണ്ടിനെ നിനക്ക് വേണോ വേണ്ടിയോ? എന്താടാ അവൻ എന്നെ കൊണ്ടുവന്ന് വിടുന്ന സ്വപ്നം കണ്ടോണ്ടിരിക്കാണോ നീ? ഇനി എത്ര പേരെ ഇതുപോലെ ചതിക്കോടാ നീയൊക്കെ? എന്നാ കേട്ടോ, നീ കരുതും പോലെ അവൻ എന്നെ നിന്റെ അടുത്ത് ഏൽപ്പിക്കുകയില്ല. ഞാൻ കുടുങ്ങുകയില്ല. എന്നാ നീ കുടുങ്ങാൻ പോവാ. നീയുമായി ബന്ധമുള്ള എല്ലാവരും കുടുങ്ങും. ഞാൻ എന്താ ചെയ്യാൻ പോന്നെന്ന് കണ്ടോ?